ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പോയ പോലെ ഒരു കട്ട് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്ന് ഇതിൽ ഈ മെഷീനിൽ കട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഞാൻ അതിനെന്താ കട്ട് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കട്ട് വർക്ക് ചെയ്യാൻ അങ്ങ് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ കട്ട് വർക്ക് ചെയ്യുന്നത്. കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ വേറെ ചാനലുകളിലൊക്കെ ഇങ്ങനെ കട്ട് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിതുവരെ അത് ചെയ്ത് നോക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം നമുക്ക് കമൻറ്റ് വന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആഗ്രഹം ഇതുണ്ടല്ലോ. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ മെഷീൻ ഇരിക്കുന്നവർക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരിത് ഉണ്ടായിട്ടായിരിക്കുമല്ലോ നമ്മളോട് ചോദിച്ചത്. നമ്മൾ അന്നേരം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 3 പ്രാവശ്യം ചെയ്ത് നോക്കി, 3ഉം ഫ്ലോപ്പായിപ്പോയി. എന്താണ് അങ്ങനെ ആകാൻ കാരണമെന്ന് ചിന്തിച്ച് നമ്മൾ അതിൻ്റെ ആ ഒരു രഹസ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതെന്താണെന്ന് നമ്മൾ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ആരും ഓടിച്ചിട്ട് കാണരുത്. അതിനകത്ത് ഇടയ്ക്കാണ് നമ്മൾ ആ ഒരു പോർഷൻ ഇട്ടേക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നൈറ്റിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. അന്നേരം നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടിയെന്നുള്ളൊരു ധാരണയിൽ ഇരുന്ന് എഡിറ്റ് ചെയ്തപ്പോഴാണ് കിട്ടിയില്ലെന്ന് കണ്ടത്. അത് നമ്മൾ പിന്നെ പോയി രണ്ടാമത് വീഡിയോ എടുത്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്കാണ് ഇട്ടേക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ മെഷീനിൽ ചെയ്ത് പഠിച്ചതാണ്, അല്ല ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല. ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ ആ ഒരു ശ്രമത്തിലോട്ട് ഇറങ്ങി അങ്ങനെ ചെയ്ത് പഠിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വേറെ ഒരുപാട് കട്ട് വർക്കിൻ്റെ വീഡിയോസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ജനോമയുടെ മെഷീനകത്ത് ഈ കട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള കമൻസിനെല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയൊരു ചാനൽ ഞാൻ കണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഈ മെഷീൻ കയ്യിലുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അറിയത്തില്ലല്ലോ, ഉണ്ടോ ഇല്ലയോ, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ജനാമിയുടെ മെഷീനിൽ കട്ട് വർക്ക് ചെയ്യാം എന്ന് എനിക്ക് ധൈര്യത്തെ പറയാൻ പറ്റും. കാരണം ഞാൻ ഈ ജനാമിയുടെ മെഷീനിലാണ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 3 വർക്ക് ചെയ്ത് 3ഉം ഫെയിലായെന്ന് പറഞ്ഞില്ലയോ. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു ഫ്ലവറും ലീഫും അങ്ങനെയൊക്കെയുള്ള ഒരു ഷേപ്പ് കൊടുത്ത് ചെയ്ത് നോക്കി. പക്ഷെ അത് പാളിച്ച പറ്റി. പിന്നെ അത് കഴിഞ്ഞൊരു ഓവൽ ഷേപ്പ് നോക്കി, അതും പോയി. പിന്നെ ഞാൻ വേറെ എന്തോ ഒന്നുകൂടെ ചെയ്തു, അതും ഇതായിപ്പോയി. ലാസ്റ്റ് ഫൈനൽ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിലിരുന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സ്ക്വയർ വരച്ച് അതിൽ 2 അറ്റത്തും 2 ഫ്ലവർ 2 തുമ്പത്തായിട്ട് കൊടുത്തും അതിന് ശേഷം ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ചരടൊന്നും പ്രത്യേകം എടുത്തിട്ടില്ല. കാരണം നമുക്ക് ചരട് ഇരിപ്പുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യണം. ഇനിയിപ്പോൾ ഞാനൊരു വേറൊരു ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ ചെയ്യാമെന്നുള്ളൊരു ധാരണയിലാണ്. അപ്പോൾ അത് ഉടനെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. കാരണം അത് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇടുമല്ല. ഇനി അടുത്ത് നമുക്ക് ഒരുപാട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും ഞാൻ താമസിക്കാതെ ഉടനെ തന്നെ അത് ഇടുന്നുണ്ട്. കാരണം നമുക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻ്റ് ആയല്ലോ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതാണെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ പുറകിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ നൂല് പിടിച്ചു കൊടുത്തിട്ട് വേണം തയ്ക്കേണ്ടത്. ഈ മെഷീനിൽ വളരെ സ്പീഡിൽ തയ്ച്ചു പോകരുത്, വളരെ പതുക്കെ വേണം തയ്ക്കേണ്ടത്. ഞാൻ ഈ കാണിക്കുന്നെങ്കിലും വളരെ പതുക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പോർഷനിൽ നിന്ന് അടുത്ത പോർഷനിലോട്ട് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ട് വേണം ഓരോ സ്ക്വയറായിട്ട് നമുക്ക് ഇതിനകത്ത് ഹണി ബീയുടെ ഉണ്ടല്ലോ ആ ഒരു കൂട്, അതിനകത്തുള്ള ആ ഒരു പോർഷൻ ഇല്ലേ, അതുപോലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളുടെ ഞാൻ പറഞ്ഞ ആ സീക്രട്ട് പറയാൻ പോവുകയാണ്. നമ്മൾ C ആണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ നമ്മുടെ ടെൻഷൻ 0, നമ്മൾ സെലക്ടർ Cക്കകത്ത് ഒരു ചെറിയൊരു പോർഷൻ എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെങ്ത് 0-ലാക്കി വെക്കുക. ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ട്, ആ രീതി തന്നെ നോക്കിയെടുക്കുക. നമ്മൾ വേണ്ട നൂലിട്ട് കഴിഞ്ഞേച്ച് ഈ ഒരു പോർഷനിൽ കൂടെ വേണം ഇടേണ്ട. കാരണം നമ്മൾ അപ്പുറത്തെ ഒരു പോർഷനിൽ കൂടെ ആയിരുന്നു ഇടുന്നത്. പക്ഷേ ഇതിനകത്തോടെ ഇപ്പുറത്തോടെ ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒരു 2 ചുറ്റ് നമ്മൾ ചുറ്റിയിട്ട് അത് താഴോട്ട് കൊണ്ടുവന്നിട്ട് വലിച്ച് താഴോട്ട് കൊണ്ടുവരിക. കാരണം ഇച്ചിരി ടൈറ്റായിട്ട് തോന്നിക്കും, പക്ഷേ കുഴപ്പമില്ല. നമ്മളത് താഴോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ യു ഷേപ്പിനകത്തൂടെ മേലോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ നൂല് സാധാരണ ഇടുന്ന പോലെ ഇടുക. ഈ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വീഡിയോ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന്
ഒന്ന് ബാക്ക് അടിച്ചേച്ച് നോക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. വീഡിയോ അങ്ങ് കൂടിപ്പോയി, കാരണം വീഡിയോ അങ്ങ് ചെറുതായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞ് പെട്ടെന്ന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ ആ ഒരു പോർഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വീഡിയോയ്ക്കകത്ത് അതിൻ്റെ നമ്മുടെ മിഷൻ്റെ സെറ്റിങ്സൊക്കെ ഏത് രീതിയിലാണ് ആ ഒരു രീതിയിൽ മാത്രം ഇട്ടാൽ മതി. ആ നൂല് ചുറ്റുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കൊക്കെ ഒരു കാര്യം പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവും. നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാനീ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കും. വീഡിയോയ്ക്കകത്ത് കാണുന്ന രീതിയായിരിക്കും നിങ്ങൾ നോക്കുന്നത്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചേച്ച് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു കട്ട് വർക്ക് ചെറുത് നമ്മൾ ആദ്യം ചെയ്യുമ്പോഴേ ചെറുതേ ചെയ്യാവുള്ളൂ. ഒരിക്കലും ഹെവി എടുത്ത് ചെയ്യരുത്. കാരണം നമ്മൾ ചെറുതായിട്ട് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ശരിയായി വരത്തുള്ളൂ. ആദ്യം തന്നെ ചെയ്ത് ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കിത് 3 വട്ടം ഞാൻ ചെയ്ത് ഫെയിലായി. ഇത് 4ാമത്തെ വട്ടമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യുമ്പോഴൊന്നും കറക്റ്റായിട്ട് വരത്തില്ല. അപ്പം എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ കൂടി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അപ്പം ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു ചെറിയ സ്ക്വയറായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വർക്കിൻ്റെ അടുക്കെ വന്ന് നമ്മളൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ ജെനോമിയുടെ മെഷീനിൽ തന്നെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു വീഡിയോയുടെ ഫൈനലിൽ ഒരു പോർഷൻ കയറി വന്ന്, അത് കുഴപ്പമില്ല, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു തരുമല്ലേ. ലാസ്റ്റ് എന്തായാലും ഫൈനൽ ഒരു തമ്പനയിൽ കണ്ടിട്ടായിരിക്കുമല്ലോ ഇത് കയറുന്നത്. അപ്പം ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരട്ടെ. എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. നമ്മൾ നൂലെല്ലാം കട്ട് ചെയ്തേച്ച് ഞാൻ പല്ല് മാറ്റിയിട്ടില്ല. അതാണ് ഒന്നും കൂടെ കാണിച്ചു തരുന്നത്. പല്ല് മാറ്റിയിട്ടില്ല, അതുകൊണ്ട് പല്ലൊന്നും മാറ്റാൻ ശ്രമിക്കേണ്ട. നമ്മൾ ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 2-3 പ്രാവശ്യം ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അപ്പം നമ്മളൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നെക്കിന് കവർ ചെയ്ത് ഒരു കട്ട് വർക്ക് ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ അടുത്ത വീഡിയോ എന്ന് പറയുന്നില്ല, ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഇതിൻ്റെ അടിയിലൊരു ബ്ലാക്ക് കളറിലെ തുണി വെച്ച് ഞാൻ അതിൻ്റെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള എല്ലാവർക്കും ഒരിതായല്ലോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ, ബൈ.